അപ്പൊ നമ്മളെ വീടിന് ഭീഷണിയാണ്, ജീവനും സ്വത്തിന് ഭീഷണിയാണെന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിൽ, കളക്ടറേറ്റിൽ, കോഴിക്കോട് കളക്ടറേറ്റിൽ, പിന്നെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ, കോർപ്പറേഷനിൽ, മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ വരെ ഞാൻ കയറിയിട്ട് ഇതിന് ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡറും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ ഓർഡർ എടുത്തിട്ട് ഇവർ പണി നടത്തിയതുകൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ സമയത്ത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് അവിടെ എന്തെങ്കിലും അക്രമം നടന്നാലേ ഞങ്ങൾ വരുള്ളൂ, ആ വഴി തടസ്സപ്പെടുത്തരുതെന്ന് മാത്രമേ ആ ഓർഡറിലുള്ളൂ. പിന്നെ ഇവിടെ കമ്മീഷൻ വന്നു. കമ്മീഷന് അഡ്വക്കേറ്റ് വന്ന സമയത്ത് ആൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി അവരെ പൊതിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇപ്പം കമ്മീഷൻ്റെ റിപ്പോർട്ട് വരെ കോടതിയിൽ കൊടുത്തിട്ടില്ല. അപ്പം ഇവർ എത്രയും സ്വാധീനമുള്ള ആളുകൾ എന്നുള്ള നിലയിൽ ഞാനൊരു ഒറ്റയാൾ പോരാടം പോലെ എൻ്റെ കൂടെ കുറച്ച് ആളുകൾ ഈ പ്രദേശത്തുള്ളത് കൊണ്ട് ഇത്രയുള്ള ആൾക്കാർ മാത്രം ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഇത് ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുക എന്ന് പറഞ്ഞത് ഇത് ആരും അറിയാണ്ട് പെട്ടുപോയതല്ല. ഞങ്ങൾ അറിയിക്കാവുന്നിടത്തെല്ലാം അറിയിച്ചതാണ്. അറിയിച്ചതെടുത്തുനിന്ന് ഒരു മാറ്റവും സംഭവിക്കാതെയാണ് ഇപ്പോൾ ഈ സംഭവം ഇവിടെ നടന്നിരിക്കുന്നത്. ഈ സമയത്ത് പോലും ഒരാളെ പോലും കിട്ടിയില്ല. ഒരു 2 മിനിറ്റ് മുന്നാണ് എൻ്റെ ഹസ്ബൻഡ് ഈ വഴിയിലൂടെ സ്കൂട്ടറിൽ പോയത്. റോഡാണോ അവിടെ? വീട്ടിലാണ്. അത് 4 ഫുട്ടുള്ള റോഡാണ്. ആ റോഡിനോട് ചേർന്നും കൊണ്ട് ഇവർ ഇത്രയും ആഴത്തിൽ 10-30 മീറ്റർ ആഴത്തിൽ കുഴിച്ചും കൊണ്ടിരിക്കുക. എന്നായിരുന്നു ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്? പരാതിയായിട്ട് മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ 2 മാസമായി. മെയ് മാസം മുതൽ ഞാൻ ഈ പരാതിയുടെ പുറകിലാണ്. ഇവരിത് കുഴിച്ച് തുടങ്ങിയ കാലം മുതൽ ഏപ്രിൽ മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഓരോ ദിവസവും ഇതിന്റെ പുറകില്ല. ഇന്നലെയും ഞാൻ മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് നിർത്തി വെച്ചിട്ട് അവിടെ ഉറപ്പിക്കാനാണ് പറഞ്ഞിരിക്കണേ, ഫയൽ ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞു എൻ്റെ ഫയൽ ക്ലോസ് ചെയ്യരുത്, എനിക്ക് അതിനുള്ള കറക്റ്റ് റിപ്ലൈ കിട്ടണം. എത്ര ദിവസം കൊണ്ട് ഇതിന്റെ പണി കഴിയുമെന്നും എത്ര ഇന്നിപ്പോൾ എപ്പോഴാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ? കുറച്ച് നേരമല്ലേ ആയിട്ടുള്ളൂ, 1-1.5 മണിക്കൂറായിട്ടുള്ളൂ. ഇപ്പോഴും അതിന്റെ ഉള്ളിൽ ആരുണ്ടെന്നുള്ളത് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. ഒരാൾ കുടുങ്ങി കിടക്കണ്ടല്ലേ? ഒരാളാണോ എന്ന് നോക്കി മണ്ണ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ആ വഴിയിൽ നിന്ന് ആരെങ്കിലും നടന്നുപോയി വീണിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. ഇവരുടെ പണിക്കാർ മാത്രമല്ലേ അറിയുള്ളൂ. പരാതി കൊടുക്കാൻ ഇത്തരത്തിലൊരു മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സാഹചര്യത്തിൽ തന്നെയായിരുന്നോ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഈ ഇങ്ങനെ മണ്ണ് ഇവർ ചേർത്ത് മണ്ണിടിക്കുമ്പോഴാണ്, ആ മണ്ണിടിക്കാൻ തുടങ്ങിയ സമയത്ത് ഇവരോട് ഇത്രയും ഉണ്ടായ സമയത്ത് ഈ ചേച്ചി അതിന്റെ മുന്നിൽ JCBയുടെ മുന്നിൽ വന്ന് കിടന്നതാണ്. അപ്പൊ പറഞ്ഞു 5 മീറ്റർ വിട്ടിട്ടേ അവരുണ്ടാക്കുള്ളൂ, സംരക്ഷണ ഭിത്തി കെട്ടിയിട്ട്. പോലീസുകാർ, വില്ലേജ് ഓഫീസർ എല്ലാം വന്നതാണ്. പക്ഷെ ഇവരിത് അടച്ചു കെട്ടിക്കൊണ്ട് ഇത് അത്രയും ഉയരത്തിൽ 3 മീറ്റർ ഉയരത്തിൽ അടച്ചു കെട്ടി, ഒരു മനുഷ്യന് പോലും ഒന്നും കാണാത്ത രീതിയിൽ അടച്ചു കെട്ടി. അപ്പം ഞങ്ങൾ അറിയുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണേ.